ആപ്പിളിൻ്റെ മാജിക് മൗസ് നത്തിങ് ഫോൺ കമ്പനി ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും? ഒറ്റ നോട്ടത്തിൽ ഈ മൗസിനെ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. 699 രൂപയാണ് ഇതിൻ്റെ വില. ഈ ഒരു വിലയിൽ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൗസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 10 മീറ്റർ റേഞ്ച് കിട്ടുന്ന എഴുതിയിട്ടുണ്ട്. ഡ്യുവൽ ബ്ലൂടൂത്ത്, 2.4 GHz റിസീവർ, സൈലന്റ് ക്ലിക്സ് ആണ്, അപ് ടു 2400 DPI, അതുപോലെ 400 mAh ബാറ്ററി ഉണ്ട് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ആർട്ടിക് ഫോക്സ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി പുതുതായിട്ട് ഗെയിമിംഗ് ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യൻ ബ്രാൻഡാണ്. വളരെ സിമ്പിൾ പാക്കിംഗ് ആണ്. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു USB ടൈപ്പ് A to ടൈപ്പ് C കേബിൾ കിട്ടുന്നുണ്ട്. കിടിലൻ ലുക്കാണ്. ഫുൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്. ഇതിൽ 6 കളറുകളിൽ ഈ മൗസ് അവൈലബിൾ ആണ്. ബീൻ ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറാണ് ഞാൻ വാങ്ങിയത്. 76 ഗ്രാം മാത്രമാണ് ഇതിന്റെ ഭാരം. ഡിസൈൻ കൊണ്ട് മാത്രമല്ല ഇതിന്റെ ഫീച്ചറുകൾ കൊണ്ടും പ്യുർ വ്യൂ അടിപൊളിയാണ്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു വയർലെസ് മൗസ് ആണെന്നുള്ളതാണ്. ഡ്യുവൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും അതുപോലെ തന്നെ ഒരു 2.4 GHz വയർലെസ് കണക്ഷനും ഉണ്ട്. ഇതിന് അടിയിൽ നോക്കിയാൽ കാണാം, ഇത് മൗസ് ഓണും ഓഫ് ആക്കാനുള്ള ബട്ടണാണ്. ഇവിടെ നമുക്ക് 3 ഡിവൈസുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിലൊരെണ്ണം 2.4 GHz, അതായത് ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു ഡോങ്കിൾ വെച്ചിട്ടുണ്ട്, കണ്ടോ, അത് വെച്ച് കണക്ട് ചെയ്യാവുന്നത്. BT1 BT2 എന്ന് കാണാം. നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് 2 ഡിവൈസുകളിലേക്ക് ഇത് കണക്ട് ചെയ്യാം. ഒരേ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ, ഇങ്ങനെ 3 ഡിവൈസുകളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാത്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റൻസി കുറച്ച് കുറവായിരിക്കും. പെയർ ചെയ്യാനായിട്ട് ഡോങ്കിൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയർ ചെയ്യാൻ എടുക്കുന്ന സമയം ലാഭിക്കാൻ നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ അതൊന്നും ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മാത്രം മതി. ഇത് ഓപ്പൺ ചെയ്യുന്നതും വളരെ സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഇവിടെ മാഗ്നറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഡോങ്കിൾ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ സിമ്പിളായിട്ട് ദൂരിപ്പോരും. ഇവിടെ മാഗ്നറ്റ് വെച്ചിട്ട് തന്നെയാണ് ഈ ഡോങ്കിൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു മാഗ്നറ്റിൻ്റെ ഇതിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ബ്ലൂടൂത്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഡോങ്കിൾ ഞാൻ ഉപയോഗിക്കണില്ല. ഇപ്പോൾ ഞാൻ ഡോങ്കിൾ വെച്ചും കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഡോങ്കിൾ വളരെ സ്മൂത്തായിട്ട് വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് മൗസുകൾക്കൊക്കെ ഉള്ള എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ് ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നു. ഇത് റീചാർജബിൾ മൗസാണ്. 400 mAh ബാറ്ററി ഉണ്ട് ഇതിൽ. USB ടൈപ്പ് C പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്യുന്നത്. 2.5 മണിക്കൂർ കൊണ്ടാണ് ഇത് ഫുൾ ചാർജ് ആവുന്നത്. ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം വരെ ബാറ്ററി കിട്ടുമെന്നാണ് പറയുന്നത്. ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിലാണ് നമ്മൾ തീരുമാനിക്കുക ഏത് ഡിവൈസായിട്ടാണ് ഏത് രീതിയിലാണ് പെയർ ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഈ അറ്റത്തുള്ള 2.4 GHz കത്തിക്കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മളിപ്പോൾ ഡോഗിൾ വെച്ചിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഒന്നുകൂടി ഞെക്കി കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് 1 ആണ്. ഞാനിപ്പോൾ ബ്ലൂടൂത്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ലൈറ്റ്സും ഒക്കെ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് ഇത് കണക്ട് ആയിട്ടുണ്ട്. പിന്നെ എത്രമാത്രം ചാർജ് ഉണ്ടെന്ന് അറിയാനായിട്ട് ഇവിടെ ഒരു ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചാർജ് അറിയാണ്ട് തീർന്നു പോകുന്നത് ഒഴിവാക്കാം. ഇപ്പോൾ ഇതിൽ 4 ലെവലായിട്ടാണ് ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അപ്പോൾ ഫുൾ ചാർജ് എന്ന് വെച്ചാൽ 4 LED കത്തി നിൽക്കും. ഇതിൻ്റെ ബട്ടൺസ് സൈലന്റ് ക്ലിക്കാണ്. വലിയ സൗണ്ട് ഒന്നുമില്ല. ഈ സ്ക്രോൾ വീൽസ് മെറ്റലാണ് കേട്ടോ. അതും ഇതിൻ്റെ ഒരു ലുക്കിനെ വളരെ കാര്യമായിട്ട് സഹായിക്കുന്നുണ്ട്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബോസ് കീ ആണ്. ബോസ് കീ എന്ന് പറയുന്നത് ഈ ഒരു കീനെയാണ് കേട്ടോ. നമ്മളിതിനെ ഷോ ഡെസ്ക്ടോപ്പ് ബട്ടൺ എന്നാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് വിൻഡോസ് ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒറ്റയടിക്ക് മിനിമൈസ് ചെയ്ത് പോകും. എനിക്ക് തോന്നുന്നു ഈ ഒരു ബട്ടൺ കുറേ പേർക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇത് മാക്കിൽ വർക്ക് ചെയ്യില്ല കേട്ടോ. ഇത് വിൻഡോസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇതിലുള്ള ഒരു നല്ല ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മൗസ് ഏത് DPIയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ DPI ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നോക്കിക്കോളൂട്ടാ. നമ്മൾ ഈ DPI ബട്ടൺ ഒരൊറ്റ പ്രാവശ്യം പ്രസ് ചെയ്യാണ്, റെഡ് ഒരു പ്രാവശ്യം കത്തിപ്പോയി. അതിനർത്ഥം ഇപ്പോൾ മൗസ് 800 DPIയിലാണ് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇത് പ്രസ് ചെയ്യാം, ഗ്രീൻ വന്നു. അപ്പോൾ ഗ്രീൻ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം 1200 DPI എന്നാണ്. ഒന്നുകൂടി പ്രസ് ചെയ്യാണ്, ബ്ലൂ വന്നു കഴിഞ്ഞാൽ 1600 DPI ആണ്. ഒന്നും കൂടി പ്രസ് ചെയ്യാണ്, പർപ്പിൾ വന്നു കഴിഞ്ഞാൽ 2400 DPI. അപ്പോൾ DPI ചേഞ്ച് ആവണമെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ലൈറ്റ് സഹായിക്കും. അതൊരു നല്ല കാര്യമാണ്. ഈ മൗസിൽ ബ്രീത്തിങ് എഫക്റ്റ് ഉള്ള ഒരു RGB LED ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗസ് വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഈ ലൈറ്റ് വർക്കായിക്കൊണ്ടിരിക്കുക. മൗസ് മൂവ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ആ ലൈറ്റ് ഓഫ് ആവും. ആർട്ടിക് ഫോക്സ് പറയുന്നത് ഇതൊരു ഗെയിമിംഗ് മൗസ് ആണെന്നാണ്. ഈ ഗെയിമിംഗ് മൗസിൻ്റെ ഒരു ഫീല് തരാനായിട്ട് ഇതിലാകെയുള്ളൊരു LED എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഗെയിമിംഗ് മൗസിനായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അല്ലാത്ത രീതിയിൽ വെച്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ഉള്ളൊരു മൗസാണ്. ഇതിൻ്റെ ഗ്ലൈഡിങ് ഫീല് നല്ലതാണ്. ഈ 3 പാഡുകളുണ്ട്. ഈ 3 പാഡുകളിലാണ് അത് ഗ്ലൈഡ് ചെയ്യുന്നത്. പിന്നെ സെൻസർ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊരു ഇന്ത്യൻ മെയ്ഡ് മൗസാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. നല്ല ബലത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൗസാണിത്. നമ്മളിത് പിടിച്ച് ഞെക്കുമ്പോഴൊന്നും ഒരു സ്ക്യൂക്കിംഗ് സൗണ്ട് അങ്ങനെയൊന്നും വരുന്നില്ല. ഈ ഒരു വിലയിൽ റീചാർജബിൾ ആയിട്ടുള്ള DPI കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 3 ഡിവൈസുകൾ ഒരേ സമയം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൗസ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വാങ്ങാവുന്ന ഒരു മൗസാണ്. നല്ല മൗസാണ്. അപ്പോൾ ഈ മൗസ് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.